പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. 26-ൽ UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ രാഷ്ട്രീയം നിർത്തി ഞാൻ വനവാസത്തിന് പോകുമല്ലോ. ഒറ്റ കാര്യം എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് സൂചിപ്പിക്കാറുള്ളൂ. അങ്ങേക്ക് ഏതായാലും ആ ഗതികേട് വരാൻ പോകുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കുടുംബവും 10 വർഷത്തേക്കുള്ള അമേരിക്കയിലേക്കുള്ള വിസ അടിച്ചു വെച്ച് കാത്തിരിക്കുകയാണ്. ആ ചാർട്ടേഡ് വിമാനം തിരുവനന്തപുരത്ത് വരേണ്ട ഒരു സമയത്തിന്റെ ഗ്യാപ്പേ ഉണ്ടാകൂ. അതുകൊണ്ട് ആ ഒരു ഗതികേട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവില്ല എന്ന് കോഴിക്കോട്ടത്തെ ജനതയെ സാക്ഷി നിർത്തിക്കൊണ്ട് അങ്ങേക്ക് ഞാൻ ധൈര്യം നൽകുകയാണ്. രണ്ടാമത്തെ കാര്യം, ഒറ്റ കാര്യം നിങ്ങൾ എഴുതി വെച്ചോ. എനിക്ക് ഒരു കാര്യത്തിൽ കൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് കുറച്ച് കാലമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും 100 സീറ്റിലാണ് നിൽക്കുന്നത്. 100 സീറ്റിലാണ് പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നത്. 20 സീറ്റ് അപ്പുറത്ത് തികഞ്ഞാൽ അതൊരു ചരിത്രമായിരിക്കും കേരളത്തിൽ മനസ്സിലാക്കിയോ. അത് തന്നെ BJPയുടെ സഹായത്തോടു കൂടി മാത്രമേ കേരളത്തിൽ നടക്കൂ. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എഴുതി വെച്ചോ, സമയവും ഡേറ്റും എഴുതി വെച്ചോ. അതാണ് കേരളം. ഈ പുതിയ യാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും.